ഹായ് എവരി വൺ, വെൽക്കം ടു മൈ കുക്കിംഗ് വ്ളോഗ്. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ദോശയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്, അറ്റ് ദ സെയിം ടൈം നല്ല റോസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. പിന്നെ ഈ ദോശൻ്റെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നി കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൊമാറ്റോയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ, അപ്പോൾ തക്കാളി ഇടാത്ത ബട്ട് ആ ഒരു ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് ബ്രൗൺ റൈസ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അര കപ്പ് ചെറുപയർ, അര കപ്പ് കടലപ്പരിപ്പ്, അര കപ്പ് മസൂർ ദാൽ, അര കപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ്, പിന്നെ അര കപ്പ് ഉഴുന്ന് പരിപ്പ്. അത് മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് നിലക്കടല എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഉലുവയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഐറ്റംസ് എല്ലാം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം നമ്മൾക്ക് ഇതിൻ്റെ അഴുക്കും കല്ലുകളൊക്കെ പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇത് തലേദിവസം രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നാളേക്കാണ് നമ്മൾ ഈ ദോശ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നൈറ്റ് തന്നെ ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഇല്ല അപ്പോൾ നമുക്ക് വൈകുന്നേരമാണ് കഴിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 6 മണിക്കൂറൊന്ന് കുതിർത്തി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളിത് ഫെർമെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കാലത്ത് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ച ഉടനെ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിതൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാനതെല്ലാം വൃത്തിയായി കഴുകി ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി കാലത്താണ് നമ്മളിതെല്ലാം അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ പയർ ഐറ്റംസ് എല്ലാം നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇത് അരയ്ക്കുകയല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മസാല എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഒരു ഓണിയൻ, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകമാണ് ഞാൻ എടുക്കുന്നത്, നല്ല ജീരകം. ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതിൽ മാത്രം ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടാൽ മതി. ഇനി നെക്സ്റ്റ് അരയ്ക്കുന്നത് ജസ്റ്റ് ആ പയർ മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ, അത് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പയർ കൂടെ ഞാൻ ഇവിടെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചട്നി തയ്യാറാക്കണം. ഈ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ചട്നി തയ്യാറാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തക്കാളിക്കൊക്കെ നല്ല പ്രൈസാണ് ഇപ്പോൾ. അപ്പോൾ തക്കാളി ഇടാതെ ഞാൻ ബട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന മാതിരത്തെ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റും നമ്മുടെ അണിയനും ആണ്. അപ്പോൾ ഞാൻ 2 അണിയൻ എടുക്കുന്നുണ്ട്, 2 ക്യാരറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കുകയാണ്. അതുമാതിരി തന്നെ അണിയൻ്റെയും തൊലികളൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ക്യാരറ്റൊക്കെ 1 ഇഞ്ച് സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അണിയനും ഇതുപോലെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തിട്ടാണ് ഈ ചട്നി ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ ക്യാരറ്റും അണിയനും എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം കടായിൽ ഞാൻ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പുമാണ്. പിന്നെ ഒരു 4-5 കാശ്മീരി ചില്ലി മുളക് കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാരറ്റാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇനി കുറച്ച് പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പിടി ചുരുകിയ തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കുക. ഇനി ഇത് നമ്മൾ മിക്സി ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കണ്ടോ, നല്ല അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. നമ്മുടെ ദോശമാവ് ഇവിടെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു റോസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ദോശ ഒന്ന് ചുട്ടെടുക്കുകയാണ്. 1.5 കരണ്ടി മാവാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ നല്ലപോലെ അങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ കല്ല് വന്നിട്ട് നല്ല വലിയ കല്ലായ കാരണം കേട്ടോ ഞാൻ 1.5 കരണ്ടി എടുത്തിരിക്കുന്നത്. ചെറിയ കല്ലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 1 കരണ്ടി എടുത്താൽ മതി. പിന്നെ ഞാൻ നെയ്യ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നെയ്യ് മാത്രം. നെയ്യ് നമുക്ക് കുഴപ്പമില്ല, വെയിറ്റ് ലോസിന് 1 ടീസ്പൂൺ നെയ്യ് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം 1/2 ടീസ്പൂൺ നെയ്യ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ്റ്റാണല്ലോ ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ദോശയാണ് ചുട്ടെടുക്കണമെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സൈഡൊക്കെ ഒന്ന് മെല്ലെ എടുത്തിട്ട് ഇതൊന്ന് മറിച്ചിടുകയാണ്. കണ്ടോ, നല്ല ഗോൾഡൻ കളറായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഹെൽത്തി മാത്രമല്ല, നല്ല ടേസ്റ്റ് കൂടാണ്. ഈ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഞാൻ വെറുതെ ഹെൽത്തി ടേസ്റ്റി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്. കാരണം നമ്മൾ ഈ പരിപ്പുകളൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്, അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ തക്കാളി ഇടാത്ത ഈ ഒരു ചട്നിയും നല്ല അടിപൊളി ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്താ, മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടോ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.